ബന്ധുനിയമന വിവാദത്തിൽ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് സഹോദരി ഭർത്താവ് രാജിവെച്ചെങ്കിലും നിയമനത്തിൽ ന്യായീകരണം തുടർന്ന് മന്ത്രി സണ്ണി ജോസഫ്. ബെന്നി തോമസിന്റെ നിയമനത്തിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും രാജി സ്വന്തം തീരുമാനമാണെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരമാണോ രാജി എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് വ്യക്തമായ മറുപടി നൽകാതെ മന്ത്രി ഒഴിഞ്ഞുമാറി. വിവാദങ്ങൾക്കൊടുവിൽ ബെന്നി തോമസ് രാജിവെച്ചെങ്കിലും നിയമനത്തെ ന്യായീകരിക്കുകയാണ് മന്ത്രി സണ്ണി ജോസഫ്. ബെന്നി തോമസിനെ പോലെ പ്രാഗൽഭ്യമുള്ള ഒരാളെ തന്റെ വകുപ്പിൽ ആവശ്യമായിരുന്നുവെന്നും നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നുമാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. രാജി ബെന്നി തോമസ് വ്യക്തിപരമായി എടുത്ത തീരുമാനമാണെന്നും ബെന്നി തോമസ് ആരാണെന്ന് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഉളിക്കലിൽ പോയി അന്വേഷിച്ചാൽ മനസ്സിലാകുമെന്നും സണ്ണി ജോസഫ്. അത് ബെന്നി തോമസ് ഈ വിവാദങ്ങളെല്ലാം മാധ്യമങ്ങളിലും ഒക്കെ വന്നപ്പോൾ അദ്ദേഹം ആ വിവാദങ്ങളിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നെയും മുഖ്യമന്ത്രി അറിയിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ആ ചുമതലയിൽ നിന്നുള്ള രാജിക്കത്ത് നൽകി. ഇതൊരു വാർത്ത വന്നപ്പോൾ തന്നെ ഞാനതിൻ്റെ ലീഗൽ ആസ്പെക്റ്റ് പഠിച്ചു. ഇതിനെ ഈ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നതിന് യോഗ്യതയോ അയോഗ്യതയോ ഒന്നും അവിടെയും പറഞ്ഞിട്ടില്ല. ബന്ധുവെന്ന പേരിലായിരുന്നില്ല നിയമനം, പൊതുപ്രവർത്തന പരിചയം മുൻനിർത്തിയായിരുന്നു തീരുമാനം. വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ തടസ്സമില്ലാതെ തുടർ പ്രവർത്തനം നടത്താനാകില്ലെന്ന് കരുതിയാണ് രാജി നൽകിയത്. ഇന്നലെയാണ് നിയമനം വിവാദമായതിന് പിന്നാലെ ബെന്നി തോമസ് രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയത്. എന്നാൽ മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങിയോ എന്ന ചോദ്യത്തിൽ നിന്ന് സണ്ണി ജോസഫ് ഒഴിഞ്ഞുമാറി. നിയമപരമായിട്ട് ഒരു തടസ്സമില്ലെങ്കിൽ അങ്ങനെ ഒരു യോഗ്യനായ ഒരാളെ നീക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.